മാനവലോകമേ, അറബ് ലോകമേ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നത് ആ പ്രവാചകത്വത്തിന്റെ നിയോഗത്തിന്റെ പരിപ്രേക്ഷ്യമായ ലക്ഷ്യം മറ്റൊന്നുമല്ല. ഏകനായ തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളെ, ഏകനായ പടച്ച തമ്പുരാനെ കുറിച്ച് പറഞ്ഞു തരാൻ, അല്ലാത്തയല്ല, ഉസ്സയല്ല, മാതയല്ല, കരിങ്കല്ലുകളിൽ നിങ്ങൾ ദൈവത്വം പ്രാപിച്ച ദിവ്യത്വത്തിന്റെ പ്രതീകങ്ങളല്ല. ആരാധനക്കുരുവൻ അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഈ നിങ്ങൾ കൂവും കല്ലല്ല, മരമല്ല. വള്ളത്തോളിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഈ നിങ്ങൾ കൂവും കല്ലല്ല, മരമല്ല. അല്ലാഹു സർവശക്തനേകന്, ഈ കല്ലും മരവുമല്ല. അല്ലാഹുവാണ് ശക്തനെന്ന് പറഞ്ഞു തരാനാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചതെന്ന് ആദരവായ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു തരാൻ ആകാശലോകത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിച്ചു തന്ന ആ വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെ അരാജകത്വത്തിന്റെ വക്താക്കളായൊരു ജനതയെ ആത്മീയതയുടെ അത്യുന്നതമായ വിധാനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ, വ്യഭിചാരം അവസാനിപ്പിക്കുവാൻ, മദ്യപാനത്തിനോട് വിമാനം നടത്തുവാൻ, എല്ലാ സ്ത്രീലതകൾക്കെതിരെ എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാ. ആ നിയോഗം തന്നെ ലോകത്തിൽ അത്ഭുതമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം എവിടെ വെച്ചാണ്? 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വഹീന്റെ ബോധനം കിട്ടുമ്പോഴല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ചിരപരിചിതമായ മക്കാ നഗരത്തിൽ നിന്ന് ആമിന എന്ന മക്കയിലെ പ്രമുഖനായ, ഏറ്റവും പ്രമുഖനായ അബ്ദുൽ മുത്തലിബിന്റെ സുന്ദരനായ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതിസുന്ദരിയായ ത്യാഗിയായ ഭാര്യ ആമിന റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭാശയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗത്തിന് മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം കുറിക്കുമ്പോ ഇതുപോലൊരു തിങ്കളാഴ്ച രാത്രിയിൽ, ഇതേപോലൊരു തിങ്കളാഴ്ച രാവിൽ ആകാശലോകത്തു നിന്ന് മലക്കുകളുടെ പ്രവാഹം നൽകി മക്കയിലെ ആമിന എന്ന ഒരു പാവപ്പെട്ട ഒരു അറബി പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ജീവന്റെ തുടിപ്പിന് ചലനം വെക്കുമ്പോ അതിന് മേൽനോട്ടം വഹിച്ചതാരാ? ആകാശലോകത്തു നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ ആത്മീയതയുടെ നായകന്റെ പ്രസവത്തിന് സാക്ഷ്യം വഹിക്കാൻ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരികയാ. നിയോഗം തന്നെ അത്ഭുതമാണ്. നിയോഗത്തിന്റെ പ്രഭവത്തിന്റെ പ്രഥമമായ പടി തന്നെ അത്ഭുതമാണ്. ആമിന എന്ന അറബി പെണ്ണ് പ്രസവിക്കാൻ പോകുന്നു റളിയല്ലാഹു തആല അൻഹാ. ആമിന സാധാരണ പെണ്ണല്ല. ആമിനയുടെ ഉള്ളിലുള്ളത് ലോകത്തിന്റെ സാധാരണക്കാരിൽ അസാധാരണക്കാരനായ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആകാശലോകത്തിന്റെ മലക്കുകൾ ആനന്ദസുന്ദരരായി അവര് സന്തോഷത്താൽ ഉറക്കം പറഞ്ഞു. ആമിനയുടെ ഗർഭാശയത്തിൽ ജീവന്റെ തുടിപ്പുകൾ വരുമ്പോ അറബ് ലോകത്തിന്റെ ഒരു കൊച്ചു വീട്ടിൽ ആയിരക്കണക്കിന് മലക്കുകൾ കാവല് നിൽക്കുന്നു. അകത്തൊരറബി പെണ്ണ് ആമിന റളിയല്ലാഹു അൻഹാ അവിടെ കിടന്ന് പ്രസവ വേദനയിൽ പൊളയുന്നു. പ്രസവത്തിന് മേൽനോട്ടം വഹിച്ചതാരാ? ഹബീബായ മുത്തിന്റെ നിയോഗത്തിന് മേൽനോട്ടം വഹിച്ചതാരാ? കവിയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ ജിബ്രീലു റവ്വാഹും ബിഹാദത്താറു, ജിബ്രീലു റവ്വാഹും ബിഹാദത്താറേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ജിബ്രീൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ആകാശത്ത് നിന്ന് പിന്നെയും വരുന്നുണ്ട്. കല്യാണ വീട്ടിലെ കാര്യങ്ങൾ തിരക്കുന്ന കാരവണരെ പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മേൽനോട്ടം വഹിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവത്തിന് മലക്കുകൾ സാക്ഷ്യം വഹിച്ചു. തിങ്കളാഴ്ച സുബഹിയോടടുത്ത നേരം, തിങ്കളാഴ്ച സുബഹിയോടടുത്ത നേരം ആ സമയത്താണ് ഹബീബു സയ്യിദു മുഅബ്ബിദു والنور من وجناته يتوكلوا يا رب صل
തിങ്കളാഴ്ച പ്രഭാത നേരത്ത് ലോകത്തോട്ട് കടന്നു വന്നു. ചരിത്രപരമായ നിയോഗത്തെ ഏറ്റെടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്തിനും പോരാ, ഞാൻ പ്രസംഗിക്കില്ല. ഈ സലാത്തിനും പോരാ, ഇത് അനുരാഗത്തിന്റെ തൂവൽ സ്പർശമാണ്. ഇത് ഇഷ്കിന്റെ ആശിക്യങ്ങളുടെ സദസ്സാണിത്. ഞാനിവിടെ പറയുന്നത് ഇഷ്കാണ്. പക്ഷേ ബഹുമാനരായ പ്രിയപ്പെട്ട മദീനയുടെ നറുമണം മലയാള മണ്ണിലേക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്ത് സന്ദേര പൂക്കോയ തങ്ങളെ സാക്ഷി നിർത്തി എച്ചി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത പടുക്കല മുമ്പ് ഞാൻ ഒരുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊന്നുകൂടി എന്റെ വിഷയത്തിന് ആമുഖമിടുകയാണ്. ഈ മഹാപാരമ്പര്യത്തിന്റെ പണ്ഡിത പലുക്കളുടെ മുമ്പ്, ബഹുമാനരായ സയ്യിദന്മാരുടെ മുമ്പ് ഞാൻ പ്രേമം പറയാൻ വന്നതല്ല, പാണ്ഡിത്യം വിളമ്പാൻ ഇന്നതല്ല വാക്കവേ. പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, പരിത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, സൂക്ഷ്മത പറയാൻ ഞാനൊരു സൂഫിയല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, പാണ്ഡിത്യം വിളമ്പാൻ ഞാനൊരു പണ്ഡിതനുമല്ല. പിന്നെയോ ഞാൻ ആരെന്നറിയോ? ജുദലീബി അഫ്രിക്കാനൽ ഫഖീറു, ജുദലീബി അഫ്രിക്കാനൽ ഫഖീറു. അല്ലാഹുവേ, പാണ്ഡിത്യത്തിന്റെ ആദർശം ജീവിതത്തിലേക്ക് വരികയും ജീവിതത്തെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഈ മഹാപണ്ഡിത വര്യന്മാരുടെ മുമ്പ്, സമസ്ത കേരള ജംഇയ്യത്തുൽ സൂഫി പണ്ഡിത പാരമ്പര്യത്തിന്റെ മുമ്പ് വഹാനൽ ഫഖീറു, കർമ്മത്തിലും നർമ്മത്തിലും അറിവിലുമൊക്കെ ബാലാരിഷ്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത വിനീതന് ഞാനൊരു പരമദരിദ്രനാണ്. വഹാനൽ ഫഖീറു, ഞാനൊരു പരമദരിദ്രനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇഷ്ക് പറയാ ഞാനൊരാശുക്കുമല്ല. എന്നാൽ സർവപാപികളെ രക്ഷപ്പെട്ടത് ഇഷ്ക് പറഞ്ഞിട്ടാണല്ലോ. എല്ലാവരും ജീവിതത്തിലേത് കൊടുമ്പാവിയുടെയും ഹൃദയത്തിൽ ആത്മാവിന്റെ സ്വർഗത്തിന്റെ പരിമളത്തിലേക്ക് കൂടണഞ്ഞത് ഈ ഇഷ്ക് പറഞ്ഞപ്പോഴാണല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ചൊല്ലുന്ന സലാത്തുകൾ, ഈ പറയുന്ന ഇഷ്കുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുഹൃതമാക്കി നീ മാറ്റണേ അല്ലാ. ഏറെ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, പറയാനേറെയുണ്ട്. 5 മാസക്കാലം പ്രിയപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലെത്തി പാലൂട്ടുമ്പോ അന്ന് മക്കയിലെ നിയോഗം പോലെ, മക്കാ നഗരത്തിന്റെ അറബ് ലോകത്തിന്റെ പരമ്പരാഗതമായ ആചാരം പോലെ നഗരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഗ്രാമാന്തരീക്ഷത്തിൽ കൊണ്ടുപോയി പാലൂട്ടി കൊടുക്കാറുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ നിയോഗം തുടങ്ങാം. ആദ്യം നിന്ന് ഈ സദസ്സിനെ സാക്ഷി വരുത്തിക്കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണേ, ആമാവ് തുറന്നു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ പാരമ്പര്യ പ്രകാരം 5 മാസം ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലിരുന്ന് അമ്മിഞ്ഞ പാല് നുകർന്ന് അവസാനം നഗരത്തിൽ ജനിച്ച കുട്ടികളെ ഗ്രാമത്തിലേക്ക് പാലൂട്ടാൻ കൊടുക്കാറുണ്ട്. ഗ്രാമത്തിന്റെ സൗരഭ്യം പഠിക്കാൻ, ഗ്രാമത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ, ഗ്രാമത്തിന്റെ ലാളിത്യം പഠിക്കാൻ, ഒരു ഗ്രാമത്തിന്റെ ലാളിത്യത്തിന്റെ സംസ്കാരം അവർക്ക് പകർന്നു നൽകാൻ അങ്ങനെ ഹലീമത്തു സഅദിയുടെ അടുക്കലേക്ക് പോവുകയാ. ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഹലീമത്തു സഅദിയ നമുക്ക് ചിരപരിചിതമായ സൗദി അറേബ്യയിലെ മക്കാ നഗരത്തിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന വഴി 80 കിലോമീറ്റർ അകലെ ബനൂ സായിദ ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്റെ ചാവാറായ ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് നഗരത്തിലെ കുട്ടികൾക്ക് പാലൂട്ടി ജീവിക്കുന്ന ഹലീമത്തു സഅദിയയും അതേവരുടെ ഭർത്താവും ഒട്ടകവും അതാ നടക്കുകയാണ് മക്കയിലേക്ക്. ആരെങ്കിലും കിട്ടുമോ പാലൂട്ടി കൊടുക്കാൻ? ആ ഒട്ടകത്തിന് നടക്കാൻ കഴിയാത്തത് കൊണ്ട് പട്ടിണി കിടന്ന് വയറുട്ടിയ ഒട്ടകം, നല്ല ശക്തരായ ഒട്ടകമുള്ളവരൊക്കെ നേരത്തെ മക്കയിലെത്തി പ്രമാണിമാരുടെ ഖുറൈശി പ്രമുഖരുടെ മക്കളെ മുഴുവനും പാലൂട്ടാൻ എടുത്തുകൊണ്ട് പോകുമ്പോ ആനന്ദത്തിന്റെ ഇഷ്ക കേൾക്കുമോ? നിങ്ങൾ ജനിച്ച
ഒരു നവജാത ശിശുവിന്റെ പ്രണയം കേൾക്കുമോ? ആ നൊട്ടകത്തിന് നടക്കാൻ കഴിയാറ് അവസാനം ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന ഒട്ടകം മെല്ലെ 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 നടന്ന് മക്കയിലെത്തുമ്പോ നേരത്തെ വന്നവരെല്ലാവരെയും കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. എല്ലാവരെയും കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അവസാനം ആരോ പറഞ്ഞുവത്രേ, ഒരു പാവപ്പെട്ട ആമിനയുടെ യതീമായ മോൻ അങ്ങനെ ബനൂ സായിദയിൽ നിന്ന് അന്വേഷിച്ചു വന്നപ്പോ മക്കയിലെത്തിയ പ്രവാചകനെ ജനിച്ചിട്ട് 5 മാസം കഴിഞ്ഞപ്പോ ഒരു മേൽവിലാസമുണ്ടായിരുന്നു, അനാഥൻ. ആരും പറയുന്ന പേരതാണ്. നിയോഗത്തിന്റെ പ്രഥമഭാവത്തിലെ ആദ്യം കിട്ടിയ പേരാണ് അനാഥനാണ്. മക്കയിൽ അനാഥനായൊരു കുട്ടിയുണ്ട്, യതീമായൊരു കുട്ടി. നിയോഗം തന്നെ ഒരു അനാഥനായിട്ടായിരുന്നു. അതോ പറഞ്ഞു പത്രം മുലയിട്ടാലെടുത്താൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഹലീമത്തു സഅദിയ അവിടെ പോയി ആ കുട്ടിയെ കാണുന്നു. ആമിന ബീവി റളിയല്ലാഹു തആലയുടെ ചാരത്ത് പൊന്നമ്പിലെ തിങ്കൾക്കല പുഞ്ചിരി തൂകി നിന്നതുപോലെ നൈർമല്യത്തിന്റെ മുഖഭാവത്തോടെ ആമിനയുടെ ചാരത്തൊട്ടി കിടക്കുന്ന ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഹലീമ, നീ എത്ര ഭാഗ്യവതിയാണ് റളിയല്ലാഹു തആല അൻഹുന്ന. ഹലീമത്തു സഅദിയ, നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്. മടിത്തട്ടിലിരുത്തി ആദ്യം മുലയൂട്ടാൻ ഭാഗ്യം ലഭിക്കുമ്പോ നവജാത ശിശുവിന്റെ ഐശ്വര്യം ആദ്യം കണ്ടെത്തിയത് നിങ്ങളാണല്ലോ. നിങ്ങളെ ലോക ചരിത്രത്തിന്റെ പ്രമുഖയായുള്ള ഹലീമ. തൃക്കരിപ്പൂരപ്പങ്ങളെ പെണ്ണാകുന്നത് ഇങ്ങനെയാണ്. അകത്ത് കയറി നോക്കുമ്പോ ഈ കുഞ്ഞിനെ കൊണ്ടുപോയാൽ ഒന്നും കിട്ടില്ലെന്ന് ഉറപ്പാക്കി ഹലീമത്തു സഅദിയ വെളിയിലോട്ടിറങ്ങുമ്പോ ആ സമയത്ത് ഇറങ്ങി വരുന്ന ഹലീമയോട് ഭർത്താവ് പറഞ്ഞു, പത്ര ഹലീമ, നമ്മളിവിടെ വരെ വന്നിട്ടൊരു കുഞ്ഞിനെ എങ്കിലും കിട്ടാതെ തിരിച്ചു പോയാൽ തന്റെ ഗോത്രക്കാര് നമ്മളെ കളിയാക്കും ഹലീമ. അതുകൊണ്ട് നീ പോയി ആ കുഞ്ഞിനെങ്കിലും എടുക്കണേ ഹലീമ. ഇങ്ങനെയാണ് മുത്തുനബി അനുരാഗമുള്ളവന്റെ ഹൃദയത്തിലെ കയറിപ്പോകൂ. ആദ്യം പോയപ്പോ അനുരാഗമുണ്ടായിരുന്നില്ല ഹലീമക്ക്. വെറും കൈയോടെ ഇറങ്ങി വന്നു. രണ്ടാമത് ഭർത്താവിന്റെ വാക്ക് കേട്ട് തിരിച്ചു കയറിയപ്പോ ഹലീമ റളിയല്ലാഹു തആല അൻഹാ ആമിന ബീവി പറഞ്ഞു, പത്ര ഹലീമ, നിങ്ങൾക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ മുല കൂട്ടിത്തരാം. പക്ഷേ നിങ്ങൾ അറിയണം ഈ ചരിത്രം ഹലീമ. 5 ദിവസം മുമ്പ് ഞാൻ പ്രസവിക്കുന്നതിന് 5 ദിവസം മുമ്പ് എല്ലാ ദിവസവും രാത്രിയിൽ ആരോ ഒരാളുടെ കാതിൽ വന്ന് പറയുന്നുണ്ട്, നിന്റെ മകനെ മുലയൂട്ടാൻ കൊടുക്കുമ്പോ ബനീ സായിദത്തിന് ബക്കറിന്റെ കുടുംബത്തിനെ നീ കൊടുക്കാവൂ. രണ്ടാമത് ബനീ സഖീഫ്, രണ്ടാമത് ഉദയ്യ് ഇബ്നു ബനീ സഖീഫ് ഗോത്രത്തിനെ കൊടുക്കാവൂ.